Thank you, Jaymon, sir. Thank you very much. Thank you for your good words. Thank you very much. ആദ്യമായിട്ട് നമുക്ക് നമ്മളെ ഇത്രത്തോളം നയിച്ച ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു നിമിഷം നമുക്ക് ഒരു മൗനമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു സന്ധ്യാസമയം ഞാൻ നേരുന്നു. തീർച്ചയായിട്ടും ഒരു പകൽ സമയം നമ്മുടെ അധ്വാനത്തിന്റെ ശേഷം നമ്മൾ വിശ്രമത്തിലേക്ക് പോകുമ്പോൾ ഈ നല്ലൊരു അവസരം നമുക്ക് ചൂണ്ടിക്കാണിച്ച് തന്ന് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും കൊണ്ടുവന്ന നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തിയ നമ്മുടെ ഏറ്റവും ആരാധ്യനായ നമ്മുടെ സാഗർ ജോഷി സാറിനെ ഞാൻ ഈ സമയം ഓർക്കുന്നു, നന്ദി പറയുന്നു. അതിലുപരി നമ്മുടെ കൈകളിൽ എത്തിച്ച, കേരളത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ എത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ നല്ല ഒരു മനുഷ്യസ്നേഹിയായ മനോജ് സാറിനോട് ഉള്ള നന്ദിയും കടപ്പാടും ഈ സമർപ്പിക്കുന്നു. ഈ സൂമിലോട്ട് എന്നെ ക്ഷണിച്ചത് മിസ്റ്റർ ഡാനി സാറാണ്. ഈ ജയ്മോൻ സാർ പറഞ്ഞ പോലെ ഒന്നും ഞാൻ വലിയ ആളും കാര്യമൊന്നുമല്ല. ഞാൻ പാവപ്പെട്ട ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെറ്റിനറി സർജനാണ്. എനിക്ക് വലിയ പാണ്ഡിത്യമൊന്നുമില്ല. എൻ്റെ പാണ്ഡിത്യം എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് മുന്നിൽ. എൻ്റെ മുന്നിൽ ഒരു പേപ്പറോ ഒരു കുറിപ്പോ ഒന്നുമില്ല. ഇത് ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഒരു പക്ഷെങ്കിൽ 100% ശരിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ജെയിൻ സാർ പറഞ്ഞ പോലെ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പേഴ്സണലായിട്ട് ഫോൺ വിളിച്ച് ഞാൻ തീർച്ചയായിട്ടും പറയാം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ അവസാനം പറയാം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ, നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ സെക്ഷൻ ഞാൻ തുടങ്ങിയായി. എൻ്റെ പേര് ഡോക്ടർ PM രാജു. ഞാൻ പത്രാവർത്താണ് താമസിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പത്രാവർത്താണ് താമസിക്കുന്നത്. ഞാൻ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലെ ഗവൺമെന്റ് സർവീസിൽ 33 വർഷത്തെ സർവീസ് കഴിഞ്ഞ് ഞാൻ റിട്ടയർഡായി. ഞാനൊരു ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് നല്ലൊരു പോസ്റ്റിലാണ് ഗവൺമെന്റ് സർവീസിൽ റിട്ടയർഡായത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഡോക്ടേഴ്സുമാർ പല രീതിയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഒന്ന് PhD എടുത്ത ഡോക്ടർമാരുണ്ടാവും, അലോപ്പതി ഡോക്ടേഴ്സ്, ഹോമിയോ ഡോക്ടേഴ്സ്, ആയുർവേദ ഡോക്ടേഴ്സ്, സിദ്ധ ഡോക്ടേഴ്സ്, യുനാനി ഡോക്ടേഴ്സ്, വെറ്റിനറി ഡോക്ടേഴ്സ്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഇവരുടെ എല്ലാം ബേസിക് ആയിട്ടുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഞങ്ങൾ മൃഗത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, മറ്റുള്ള ഡോക്ടേഴ്സ് ഹ്യൂമൻ ബീങ്സിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. പല ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് നമ്മുടെ ലോകത്തിൽ അവൈലബിൾ ആണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഈ ബയോട്ടോറിയം ഈസ് എ വണ്ടർഫുൾ പ്രൊഡക്റ്റ്. അത് നമുക്ക് തരുന്ന 2 അവസരങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന് നല്ലപോലെ ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കാനായിട്ട് തരുന്ന 2 അവസരങ്ങളാണ്. ഹെൽത്ത് ഓപ്പർച്യൂണിറ്റി, ഹെൽത്ത് എന്നുള്ള ഒരു അവസരം, പിന്നെ വെൽത്ത് ഓപ്പർച്യൂണിറ്റി. ഇത് രണ്ടും കൂടെ ഹെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് പ്ലസ് വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് സമം ഹാപ്പിനെസ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം ഹാപ്പിനെസ്സാണ്. അതിന് ഹെൽത്തും വെൽത്തും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഈ 2ഉം നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ നമ്മളെല്ലാവരും ഈ ബയോട്ടോറിയത്തിനോട് കടപ്പെട്ടവരാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് എന്തിനാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് നമ്മുടെ ഈ ബയോട്ടോറിയം. നമുക്കറിയാം, നമുക്ക് ജീവിക്കാനാണെങ്കിൽ നെസസിറ്റി ഓഫ് എ ലൈഫ്, ഒരു ജീവിക്കാനായിട്ട് എന്തൊക്കെ വേണം? ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. പണ്ടൊക്കെ അതായിരുന്നു ഒരു ഭക്ഷ്യം. ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. ഈ ആഹാരവും വസ്ത്രവും പാർപ്പിടം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഹ്യൂമൻ ബീങ്സിന് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണ്. ഇപ്പൊ അത് മാറി. നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഹെൽത്താണ്. ഹെൽത്ത് ഉണ്ടെങ്കിൽ ആഹാരം നമുക്ക് ഉണ്ടാക്കാം, പാർപ്പിടം ഉണ്ടാക്കാം, ക്ലോത്ത് വാങ്ങിക്കാം. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാം, പൈസ സമ്പാദിക്കാം. അപ്പം ഹെൽത്തും വെൽത്തും വേണം. പക്ഷെങ്കിൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് ലോകത്ത് സാധ്യമാവും. ഹെൽത്ത് ഉണ്ടാകാനായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ദൈവം സൃഷ്ടിച്ച് തന്നെ ഉണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. ബൈബിളിൽ, ഞാനൊരു ക്രിസ്ത്യനാണ്, ബൈബിളിൽ പറയുന്നുണ്ട്,
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിലെല്ലാം ഉണ്ട്. അത് പക്ഷെ അത് നമ്മൾ ദുരുപയോഗം ചെയ്തു. അതിന്റെ സർവീസ് നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഇരിക്കുന്നത്. എന്റെ കാര്യം, പേഴ്സണൽ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ സബ്ജക്റ്റിലോട്ട് കിടക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വെറ്ററിനറി ഡോക്ടറായിരുന്നു. കേരളത്തിലെ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇപ്പോഴും ആ ഫീൽഡിൽ ദീർഘമായ സേവനം ക്ഷീരകർഷകർക്ക് കൊടുത്തുകൊണ്ട് സർവീസ് ബ്രേക്ക് ചെയ്യാതെ നിലനിൽക്കുന്ന ഡോക്ടർമാരിൽ ഒരു വ്യക്തിയാണ് ഞാൻ. നല്ലപോലെ പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ട്. ഓരോ ദിവസവും ധാരാളം എൻ്റെ പ്രൊഫഷനിൽ കൂടെ ഞാൻ നന്മ ചെയ്യുന്നുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ആ സന്തോഷമെല്ലാം അസ്തമിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് 2 മക്കളാണ്, ഭാര്യയുണ്ട്, അമേരിക്കയിലാണ്, 2 പെൺകുട്ടികളും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ 2022 അമേരിക്കയിൽ പോയി. 6 മാസത്തെ വിസയ്ക്കാണ് പോയത്. പക്ഷേങ്കിൽ 2.5 മാസം കഴിഞ്ഞപ്പോൾ ഐ എം ഫോഴ്സ് ടു കം ബാക്ക്. ഇൽ ഹെൽത്ത്, ഡ്യൂ ടു ഹിൽ ഹെൽത്ത്. ഞാൻ വീൽ ചെയറിലാണ് വന്നത്. എൻ്റെ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. അമേരിക്കയിൽ ചെന്നപ്പോൾ അത് കൂടി. അപ്പോൾ ആ ഡയബറ്റിക്കിന്റെ ചുരുക്കം പറഞ്ഞാൽ HbA1c എന്ന് പറയും. HbA1c, ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ടുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ HbA1c ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് നമുക്ക് ആവറേജ് വേണ്ടിയത് 8 ആണ്, അല്ലെ 7 ആണ്, 7 to 8 ആണ്. എൻ്റേത് 12.5 ആയിരുന്നു. 12.5 HbA1c ഉള്ള ഒരു പേഷ്യൻ്റ്, ഒരു ഹ്യൂമൻ ബോഡിയിൽ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ എന്ന് മെഡിക്കൽ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അത് ഡാഷ് ഇട്ട് എഴുതുന്നത് ഗ്രേവ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ശവക്കുഴി. അപ്പൊ ശവക്കുഴിയിലോട്ട് പോയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നത്. ശവക്കുഴിയിൽ നിന്ന് ജീവനുള്ള കുഴിയിലേക്ക് എന്നെ മാറ്റിയത് ഈ ബയോട്ടോറിയം. ഞാൻ 2.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു. എൻ്റെ ശരീരം ഉച്ചി തൊട്ട് ഉള്ളംകാല് വരെ പ്രശ്നമായിരുന്നു. ഓർമ്മയില്ല, സ്വാധീനമില്ല, ബാലൻസ് ഇല്ല, മെമ്മറി ഇല്ല, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല, ഡൈജഷൻ ഇല്ല, മോശം പോകുന്നില്ല, മൂത്രം പോകുന്നില്ല. എല്ലാ നാഡീനരമ്പുകളും സ്തംഭിച്ച ഒരു അവസ്ഥയിലാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. എന്നാൽ ഞാനിപ്പം ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് ദൈവം ഒരു ദൂതനെ വിട്ട് പ്രൊഡക്റ്റ് തന്നെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അതാണ് എൻ്റെ വലിയ സാക്ഷ്യം. ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എൻ്റെ ചർച്ചിൽ ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, അതിൻ്റെ ട്രസ്റ്റിയൊക്കെയാണ്, ദേവാലയം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് എന്നെ കുറിച്ചൊരു നിശ്ചയം, ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവം ഒരു ദൂതനെ വിട്ട് ഉച്ച ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഗേറ്റിൽ കല്ലുകൊണ്ട് കൊട്ടിയാണ് എന്നെ വിളിച്ചുണർത്തുന്നത്. കല്ലുകൊണ്ട് കൊട്ടിയാണ് ഇന്നേ വരെ എൻ്റെ പൈപ്പുള്ള ഗേറ്റ്, ആ കല്ലുകൊണ്ട് കൊട്ടി എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ തുറന്നു നോക്കിയാണ് എന്താന്ന് ചോദിച്ചു. സാധാരണ റോഡ് സൈഡിലെ വീടാകുമ്പോൾ ഓരോ പ്രൊഡക്റ്റ് കൊണ്ടുവരും, പിള്ളേരോ ആൺപിള്ളേരോ വേണ്ടാവോ എന്തെങ്കിലും പൊക്കോന്ന് പറയും. പക്ഷെ ഈ പയ്യൻ, ശ്യാം എന്ന് പറഞ്ഞ പയ്യനോട് ഞാൻ ചോദിച്ചു, റൂമിൽ നിന്ന് വെച്ചിട്ട് ഗേറ്റിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, എന്താ കാര്യം ചോദിച്ചു. അപ്പം സാറേ 1 മിനിറ്റ് തരാമോ എന്ന് ചൂണ്ടുവിരൽ ഇങ്ങനെ കാണിച്ചോണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനെ പറ്റിയാന്ന് പറഞ്ഞു. ഒരു മാഗ്നറ്റിക് തെറാപ്പിയെ പറ്റിയാണ്. അപ്പോൾ കടന്നു വരാൻ പറഞ്ഞു. കടന്നു വന്നു, സിറ്റ് ഔട്ടിൽ ഇരുന്നു. 3 കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, പുള്ളിക്ക് അത്രേ അറിയത്തുള്ളൂ. സാറേ ഇപ്പൊ മരുന്ന് കൂടാതെ ജീവിക്കാൻ ഒരു ബയോമാഗ്നറ്റിക് തെറാപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാനാ വന്നു. അത് പ്രിവെൻഷനും ക്യൂറും തരും. സോക്കേട് വരാതെയും സൂക്ഷിക്കും, വന്ന സോക്കേട് ഗ്രാജുവലായിട്ട് മാറുകയും ചെയ്യുന്നു. മോനെ, ഇത് ഈ സാധനം എന്ന് കൊണ്ടുവരുമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചു, വേറെ ഒന്നും ചോദിച്ചില്ല, വില പോലും ചോദിച്ചില്ല. സാറേ നാളെ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. നാളെ തന്നെ കൊണ്ടുവന്നു ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തു. എന്താ ഞാൻ ചോദിക്കാനുള്ള കാര്യം എന്നറിയാമോ? ഞാൻ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റില് കൂടുതൽ പ്രിവെൻഷൻ ആൻഡ് ക്യൂറാണ്. മൃഗങ്ങളിൽ അസുഖം വരാതെ നോക്കുക, വന്നു കഴിഞ്ഞ് ചികിത്സ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല അസുഖം വരാതെ നോക്കുന്ന നല്ലതെന്നുള്ള സബ്ജക്റ്റിൽ തന്നെ എഫക്ട് ഓഫ് ബയോമാഗ്നറ്റിസം ഇൻ വൈൽഡ് ആനിമൽസ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അത് ഞാൻ വലിയ മിനിസ്റ്റർമാരൊക്കെ ഇരിക്കുന്ന, കളക്ടർമാരൊക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ ഞാൻ നല്ല രസകരമായിട്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റ് തന്നെ ടോക്ക് ചെയ്യുമായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ എൻ്റെ ടോക്ക് തുറന്നു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ നിൽക്കും, ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ അതായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. എന്നുവെച്ചാൽ കാട്ടിലെ മൃഗങ്ങള് കാട്ടിൽ വസിക്കുന്ന, വനത്തിൽ വസിക്കുന്ന എത്രയോ ജീവജാലങ്ങളുണ്ട്. എത്ര കോടാനുകോടി, അല്ലെ, ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ജീവജാലങ്ങളുണ്ട്. അവർക്കൊന്നും അസുഖമില്ല. എന്നാൽ കാട്ടിൽ വസിക്കുന്ന ഏതെല്ലാം ട്രൈബ്സ് ഉണ്ട്, മനുഷ്യരുണ്ട്, അവർക്കുമില്ല. അവർക്ക് ഡോക്ടറില്ല, മരുന്നില്ല, സ്കാനിങ് ഇല്ല, ബ്ലഡ് ടെസ്റ്റ് ഇല്ല, ഒരൊന്നുമില്ല. കാട്ടിൽ വസിക്കുന്ന, പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന് പ്രകൃതിയുടെ വരദാനങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യനും മൃഗങ്ങൾക്കും അസുഖങ്ങളില്ല. അവർക്ക് ആയുസ് കൂടുതലുണ്ട്. എന്നാൽ സുഖലോലുപലായിട്ട് നാട്ടിൽ വസിക്കുന്ന, ഭൂമിയെ തൊടാതെ, ഭൂമിയെ ടച്ചില്ലാതെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇന്ന് അസുഖം.
ഇന്ന് ഒറ്റ മനുഷ്യർ പോലും ഒരു 50 വയസ്സിനുള്ളിൽ ഒരു ഡോക്ടറെ പോലും കാണാത്ത ഒറ്റ വ്യക്തി ഈ ലോകത്ത് കാണില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണം, അത് അഗ്രിവേറ്റ്. അപ്പം എന്താണ് അതിന്റെ കാരണം എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ അതിനെ ഊന്നിയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മിഷനറി ഏതാണെന്നറിയാമോ? ഹ്യൂമൻ ബോഡിയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള ഡോക്ടർ ആരാന്നറിയാമോ? അത് ഹ്യൂമൻ ബോഡിയാണ്. അപ്പൊ ഏറ്റവും വലിയ മിഷനറി ഹ്യൂമൻ ബോഡിയാ, നമ്മുടെ ശരീരമാണ്. ഏറ്റവും വലിയ ഡോക്ടറും നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം തന്നെയാണ് നമ്മൾക്ക് അസുഖം മാറ്റി തരുന്നത്. അതിന്റെ വലിയൊരു പവറാണ് ഇമ്മ്യൂൺ മെക്കാനിസം എന്ന് പറയും. ഇമ്മ്യൂൺ പവർ ഓഫ് ദ ബോഡി എന്ന് പറയും. രോഗപ്രതിരോധ ശേഷി ആർജിച്ച ഒരു ബോഡിയിൽ സോക്കേട് വരില്ല. എന്നാൽ ഇന്ന് നമുക്ക് രോഗപ്രതിരോധ ശേഷി ആർജിക്കുന്നില്ല. രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത് ഒൺലി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. എർത്ത്, ഭൂമിയുമായി ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ രോഗപ്രതിരോധ ശേഷി കിട്ടൂ. നമുക്കറിയാം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ, ഹ്യൂമൻ അല്ലാത്ത ഡോക്ടറുണ്ട്. 2 കാറ്റഗറി ഞാൻ പറഞ്ഞു. ഒന്ന്, മനുഷ്യനിലുള്ള ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയാണ്. ഏറ്റവും വലിയ മിഷനറി ഹ്യൂമൻ ബോഡിയാണ്. എന്നാൽ പ്രകൃതിയുടെ ഏറ്റവും വലിയ ഡോക്ടർ ആരാന്നറിയാമോ? അവരുടെ 2 ഡോക്ടേഴ്സ്. ഒന്ന് എർത്ത്, ഭൂമി. രണ്ടാമത് സൂര്യൻ. എർത്തിനെ എവിടെയാ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? ദൈവം താഴെ. അതിനാണ് പറയുന്നത് ഭൂമി ദേവത. രണ്ടാമത്തെ ഡോക്ടറെ എവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? സൂര്യൻ, മേളി ആകാശത്ത്. അത് സൂര്യ ഭഗവാൻ. ദേവതയുടെയും ഭഗവാന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു ജീവജാലങ്ങൾക്കും അസുഖം വരില്ല. ഇന്ന് നമ്മൾ മനുഷ്യർക്ക് സൗകര്യങ്ങൾ കൂടി പോയപ്പോൾ ഈ 2 കാറ്റഗറീസിനെ നമ്മൾ മാറ്റി നിർത്തും. മണ്ണിൽ ചവിട്ടിയാൽ അസുഖം വരും, കുഞ്ഞുങ്ങളെ ചവിട്ടിയാൽ അത് മറ്റുള്ള അണുക്കൾ വരും. അപ്പം മണ്ണിൽ നിന്ന് നമ്മൾ ചവിട്ടുന്നില്ല, സൂര്യപ്രകാശം കൊള്ളുന്നില്ല, നമുക്ക് രോഗമായിട്ട് വന്നേ പറ്റത്തുള്ളൂ. വേറെ ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. പിന്നെ പ്രകൃതിയുടെ വരദാനങ്ങൾ എന്തൊക്കെയാ? മഴ, മഞ്ഞ്, കാറ്റ്, അല്ലേ? അതും ഇല്ല. മഴയത്ത് നമ്മൾ കുട പിടിച്ചു പോകും. മഴവെള്ളം വീണാൽ ഉടൻ പനി പിടിക്കും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് ഇച്ചിരി മഴവെള്ളം തലേ വിടാൻ ഉടൻ അമ്മമാർ വന്ന് സാരിത്തുമ്പും കൊണ്ട് തുടയ്ക്കും, അല്ലേ? അത് പോയി. കാറ്റ്, ഇന്ന് AC ഉള്ള കാറയിലാണ് പോകുന്നത്. കാറ്റ് വേണ്ട, പ്രകൃതിയുടെ കാറ്റ് വേണ്ട. നമ്മുടെ റൂമിൽ ഉറങ്ങുമ്പോൾ എല്ലാ ജനലും കഥവും എയർ ഹോൾ വരെ അടച്ചിട്ടിരിക്കുക. എങ്ങനെ ഓക്സിജൻ കിട്ടുന്നത്? ഫ്രഷ് ഓക്സിജൻ കിട്ടുമോ? അപ്പം കാറ്റിനെ തടഞ്ഞു. പിന്നെന്തിനു? മഴവെള്ളത്തിനെ തടഞ്ഞു. പിന്നെന്താ? സൂര്യപ്രകാശത്തെ കുട ചൂടിപ്പോവും. അപ്പം പ്രകൃതിയുടെ സൃഷ്ടിയെയും നമ്മൾ മറന്നു, പ്രകൃതിയുടെ വരദാനങ്ങളെയും മറന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ സാധ്യമാകുമോ? ഇല്ല. അപ്പോഴാണ് നമുക്ക് ഇനി ഞാൻ പറയാൻ പറ്റുമോ? നമുക്ക് ഭൂമിയിൽ ചവിട്ടി നിൽക്കേ, ചെരുപ്പിടാതെ നടക്ക്, അല്ല ഭൂമിയിൽ 2 മണിക്കൂർ കിടക്ക്, ഒലിച്ചു വരുന്ന അല്ലെങ്കിൽ നല്ല കാട്ടുവെള്ളം കുടിക്കുക, അല്ലെ കിണറ്റിലെ വെള്ളം, ശുദ്ധമായ വെള്ളം കുടിക്കുക, പച്ചവെള്ളം കുടിക്കുക, സൂര്യപ്രകാശം കൊള്ളട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓ, അതൊക്കെ പഴയ കാലം സാറേ, ഇന്ന് അതൊന്നും നടപ്പാകത്തില്ല. ശരിയാ, ഞാനും നിങ്ങളും അതെല്ലാം മറന്ന് ഇന്ന് ഏറ്റവും വികൃതിയമായ ഒരു ചെരുപ്പിട്ടാണ് നമ്മൾ നടക്കുന്നത്, അല്ലേ? ഭൂമിയെ നമ്മളെന്താ, ഇപ്പൊ ഭൂമി ദേവത തന്നെ കോപിക്കത്തില്ലേ? അപ്പൊ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ 2 ഹാർട്ട് ഉണ്ട്. ഒന്ന് നമ്മുടെ നെഞ്ചത്ത്, 2 സെക്കൻഡ് ഹാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ കാലിന്റെ ഫൂട്ട് എന്നാ പറയുന്നത്. അവിടെയാണ് നമ്മുടെ ബോഡിയിലെ 4448 നാഡീനരമ്പുകൾ. തീർച്ചയായിട്ടും നമുക്ക് ഏത് ഒരു മിഷനറിക്കോ ഏതൊരു ലിവിങ് ബോഡിക്കോ ഒരു ചാർജ് വേണം. അപ്പം ഭൂമിയിൽ വളരുന്ന ജീവനുള്ള എല്ലാ മനുഷ്യ ജന്തു ജീവജാലങ്ങൾക്കെല്ലാം ഒരു എനർജി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയും. അത് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതാണ് മാഗ്നറ്റിക് എനർജി. നമുക്കറിയാം, ഭൂമിയെ എർത്ത് ഈസ് ദ ബിഗ്ഗസ്റ്റ് മാഗ്നറ്റ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. വേറൊരു വർഷമുണ്ട്, എർത്ത് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ പ്രഭവ കേന്ദ്രം ഭൂമിയാണ്. ആ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന മാഗ്നറ്റിക് എനർജിയിലാണ് ഇന്ന് ലോകം ഓടുന്നതും നമ്മൾ ജീവിക്കുന്നതും. അപ്പൊ മനസ്സിലായല്ലോ? ബെഡൊന്നും എല്ലാവരും മാഗ്നറ്റിക് ബെഡയിലൊന്നും കിടന്നുകൊണ്ടല്ല ജീവിക്കുന്നത്. ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന മാഗ്നറ്റിക് എനർജിയിൽ മാത്രമേ ജീവൻ തുടിക്കൂ. അതുകൊണ്ടാണ് നമ്മുടെ ഈ ലോകത്ത് ഏതെല്ലാം ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്, അവയിലൊന്നും ജീവന്റെ തുടുപ്പിൽ. ഭൂമിയിൽ മാത്രമേ ജീവന്റെ തുടുപ്പും. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ പറയുന്നത്, നോ ലൈഫ് വിത്തൗട്ട് മാഗ്നറ്റിസം. മാഗ്നറ്റിസം ഇല്ലെങ്കിൽ ഒരു ലൈഫിന് ഉണ്ടാകില്ല ഈ ലോകത്ത്. ആ മാഗ്നറ്റിസം കിട്ടുന്നത് ഭൂമിയിൽ നിന്നാണ്. അത് ചാർജ് ചെയ്യേണ്ടത് നമ്മുടെ കാൽപാദം അത് ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഡയറക്റ്റ് ചാർജിങ് കിട്ടത്തുള്ളൂ. ഒരു മനുഷ്യ ശരീരത്തിൽ
നല്ലപോലെ ലൈറ്റ് കത്തിയില്ലെങ്കിൽ, സെൽസ് നല്ലപോലെ വോൾട്ടേജോടുകൂടി കത്തിയില്ലെങ്കിൽ നമ്മുടെ സെൽസ് വീക്കായി നമ്മൾ രോഗത്തിന് അടിമയാവും. ഇമ്മ്യൂൺ മെക്കാനിസം, രോഗപ്രതിരോധ ശേഷി നശിക്കും. അങ്ങനെ നമ്മളെ രോഗത്തിലോട്ട് പോയി കഴിഞ്ഞാൽ മനോജ് സാർ പറയുന്ന പോലെ ഇന്ന് നമ്മൾ മരിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടേക്കണം. മരിക്കണമെങ്കിൽ എങ്കിലേ പറ്റുള്ളൂ. പണ്ട് കാലത്ത് അതൊന്നും വേണ്ടായിരുന്നു. അപ്പൊ ഭൂമിയിലെ മാഗ്നറ്റിക് എനർജിയാണ് നമ്മുടെ ജീവനെ തുടിപ്പ് നൽകുന്ന സാധനം. ഇപ്പൊ നമുക്കറിയാം മാഗ്നറ്റിക് ഈ ബെഡ് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ, സാറേ ഇത്ര വലിയ സ്ട്രെങ്ത് ഉള്ള ഒരു ബെഡിൽ നമ്മൾ കിടന്നാൽ നമ്മുടെ എല്ല് പൊടിഞ്ഞു പോകത്തില്ലേ? എന്നോട് ഒരുപാട് പേര് ചോദിച്ചാൽ അത് ശരിയാണോ? അപ്പോൾ നമ്മൾ ചോദിക്കും, ബിഗ്ഗസ്റ്റ് മാഗ്നറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ ഈ ബയോട്ടോറിയം ബെഡ് അല്ലല്ലോ. ബിഗ്ഗസ്റ്റ് മാഗ്നറ്റിക്കും വളരെ സ്ട്രെങ്ത് കൂടിയ മാഗ്നറ്റ് എന്ന് പറഞ്ഞ ഭൂമിയാണ്, അല്ലേ? അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് നാനോ ടെക്നോളജി കൊണ്ട് രൂപകൽപ്പന ചെയ്ത് ബട്ടൺസ് രൂപത്തിലാക്കി അതിന്റെ വോൾട്ടേജ് എല്ലാം കണക്ക് കൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ബെഡിലാണ്, അല്ലേ? എന്നാൽ പിന്നെ ഭൂമിയിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ല് പൊട്ടിപ്പോകത്തില്ലേ? ഭയങ്കര ചാർജ് അല്ലേ? ഇല്ല. എന്നാൽ ഭൂമി എപ്പോഴും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ എനർജി ദൈവത്തിന്റെ സൃഷ്ടിയാണ്. മാഗ്നറ്റിസം ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഭൂമിക്കറിയാം, ആ മാഗ്നറ്റിനറിയാം ഒരു ഹ്യൂമൻ ബോഡിക്ക് എത്ര മാഗ്നറ്റിസം കൊടുക്കണം എന്നുള്ളത്. ഭൂമി ആർക്കും ഇതുവരെ ദോഷം ചെയ്തു കൊടുത്തിട്ടില്ല, ദോഷം ചെയ്യത്തുമില്ല. അതേ എനർജിയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട്, ഉപയോഗിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ സാഗർ ജോഷി കൂടെ നമ്മുടെ ബെഡിലാക്കിയത്. അപ്പോൾ പിന്നെ അതിന് കുഴപ്പം വരുമോ? ഇല്ല. എന്നാൽ വേറൊരു കെമിക്കൽ ആയിരിക്കട്ടെ, അല്ലെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സെക്ഷൻ ആയിക്കോട്ടെ, നമ്മളിത് ഉപയോഗിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാം, അത് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചെന്ന്. എന്നാൽ ഭൂമിയുടെ എനർജി നമ്മുടെ അതേ രീതിയിൽ തന്നെ വേറെ ഒരു കെമിക്കലും ചേർക്കാതെ തന്നെ ആ എനർജി സോഴ്സ് നമ്മുടെ ബെഡിൽ തന്നിരിക്കുന്നതുകൊണ്ട് ഭൂമി എന്ത് നമുക്ക് നോർമലൈസേഷൻ നമ്മുടെ ബോഡി നടത്തുന്നോ അതേ നോർമലൈസേഷൻ ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ ബയോട്ടോറിയം നടക്കുന്നത്, അല്ലേ? കറക്റ്റ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ മെക്കാനിസം എന്ന് പറയും. ഒരു പക്ഷേ ഈ സൂമിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എന്താണ് ഈ ഇമ്മ്യൂൺ മെക്കാനിസം എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, കുറച്ച് പേർക്ക് മനസ്സിലാകും. അത് രോഗപ്രതിരോധ ശേഷി എന്നാണ് അതിന് പറയുന്നത്, ഇമ്മ്യൂൺ മെക്കാനിസം. ഇമ്മ്യൂൺ മെക്കാനിസം ഇല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് പാതരങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പാതരങ്ങൾ വൈറസ് അണുബാധ, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവൻ, ബാക്ടീരിയ, എക്സ്റ്റേണൽ പാരസൈറ്റ്സ്, ഇന്റേണൽ പാരസൈറ്റ്സ്, അങ്ങനെ ഒട്ടനവധി പാരസൈറ്റ്സും വൈറസും ബാക്ടീരിയയും ഫംഗസും എല്ലാം നമ്മുടെ ബോഡി പിടികൂടാനായിട്ട് ഏറ്റവും നല്ല ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി. എന്നാൽ അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചതാ. നമ്മൾ അതിനുവേണ്ടി എക്സ്പോഷർ ചെയ്തു കൊടുത്തു. നമ്മൾ ഭൂമിയുമായിട്ട് ടച്ചില്ല, ഭൂമിയുടെ പ്രകൃതി വരദാനങ്ങളുമായിട്ട് ടച്ചില്ല. അപ്പൊ നമ്മുടെ ടോട്ടൽ ഇമ്മ്യൂണിറ്റി പവർ ലോസായി. ടോട്ടൽ ഇമ്മ്യൂണിറ്റി പവർ ഏത് പാതനങ്ങളും ഏത് വൈറസും ബാക്ടീരിയയും വരിക. ഇപ്പൊ നമുക്കറിയാമല്ലോ, കോവിഡ് വന്നില്ലേ? കോവിഡ് എന്താ വന്നേ? കോവിഡ് എന്ന് പറഞ്ഞ ഒരു വൈറസാണ്. അത് നമ്മുടെ ശരീരത്തിൽ വന്നപ്പോഴേക്കും ഒരുപാട് പേരെ നശിപ്പിച്ചു. ജീവിച്ചിരിക്കുന്നവരുടെ തന്നെ ഒരുപാട് ഓർഗൻസ് നശിപ്പിച്ചു. ഇപ്പൊ അതുപോലെ ഒരു സാധനം ഇപ്പൊ നമ്മുടെ ലോകത്ത് കയറി വന്നു. നിങ്ങൾക്കെല്ലാം വേറെ നിങ്ങൾ മനസ്സിലെ HMPV അല്ലേ? ഹ്യൂമൻ മെറ്റ നീമോ വൈറസ് എന്ന് പറയും. ആ വൈറസ് ഇപ്പൊ ഒരുപാട് പേരുടെ ജീവൻ ചൈനയിൽ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം? അത് നമ്മുടെ കുഴപ്പം കൊണ്ട്, ഭൂമിയായിട്ട് ടച്ചില്ലാത്തതുകൊണ്ട്. പ്രകൃതി ദൈവം സൃഷ്ടിച്ച പ്രകൃതി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് തന്ന വരദാനങ്ങളുമായിട്ടുള്ള ടച്ചോ അതിന്റെ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് HMPVയും നമ്മുടെ ഇപ്പോൾ ലോകത്ത് വന്നിരിക്കുന്നത്. എന്നാൽ പ്രതിരോധ ശേഷി ഉള്ള ഒരു ബോഡി ഇതൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാര്, അല്ലെ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ എന്ത് മരുന്ന് കഴിച്ചിട്ടാ, എന്ത് ഇൻസുലിൻ കുത്തിയിട്ടാ, എന്ത് സ്കാനിങ് കിട്ടില്ല, അവർക്ക് ആ ദീർഘായുസം ഉണ്ടായിരുന്നു, അസുഖം ഇല്ലായിരുന്നു. അവരെന്തായിരുന്നു? പ്രകൃതിയുടെ വരദാനങ്ങൾ അനുഭവിച്ച് അവർ ജീവിച്ചു. അവർ കഴിക്കുന്നതും ഭൂമിയിൽ വളർന്ന സാധനങ്ങളാണ്, അല്ലെ? മാഗ്നറ്റിസം ഇല്ലെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോ എല്ലാം തിങ്ക് ചെയ്യുന്നത് എന്താ? ജീവജാലങ്ങൾക്ക് മാത്രമേ മാഗ്നറ്റിസം ആവശ്യമുള്ളൂ. ഇല്ല, പ്ലാന്റ്സിനും ആവശ്യമാണ്. നമ്മുടെ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം മാഗ്നറ്റിക് പവർ ഭൂമിയിൽ നിന്ന് എടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ശക്തി കിട്ടുള്ളൂ. ആ ശക്തി ആ ഇലയിൽ കൂടെ എൻ്റെ ഫ്രൂട്ടിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു, ഇമ്മ്യൂൺ പവർ കിട്ടും. ഇന്ന് അതുമില്ല. വിഷമടിച്ചതാ പച്ചക്കറി, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ കോശങ്ങളെ വീണ്ടും തയ്യാറാക്കും ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും. അപ്പം ഇന്ന് അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ലോകം മുന്നോട്ട് ഓടുക. നമ്മുടെ പഴഞ്ചൻ കഥ കൊണ്ടുള്ളൂ. പഴഞ്ചൻ കഥകൾ പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ല.
അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ബയോട്ടോറിയം എന്ന മഹനീയമായ അത്ഭുതമായ മിറക്കിൾ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിയത്. അത് ഡോക്ടർ സാഗർ ജോഷി കൂടെ വന്നു. ഇന്ന് ഈ ലോകത്ത് ഇതുപോലെ ഒരു വെൽനസ് പ്രോഡക്റ്റ് ഇല്ല, ലഭ്യമല്ല. ഈ ബയോട്ടോറിയം വെൽനസ് പ്രോഡക്റ്റ്, ഈ ബയോമാഗ്നറ്റിക് മാട്രസ് ആൻഡ് അലൈഡ് തിങ്സ്, രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. ഒന്ന്, ഇറ്റ് വിൽ പ്രിവെന്റ് ഓൾ ദ ഡിസീസ്, ഇറ്റ് വിൽ ക്യൂർ ഓൾ ദ ഡിസീസ് ഗ്രാജുവലി എന്നേ പറയാവൂ. ഓൾ ഓൺ സ്പോട്ട് മെത്തേ കിടന്ന നാളെ ഡയബറ്റിക് മാറിയെന്നോ ഹാർട്ട് അറ്റാക്ക് വരുന്നു ഒരിക്കലും പറയരുത്, തെറ്റാ. അങ്ങനെ മാറ്റാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസം ഇത് തരുന്നു. ഇമ്മ്യൂൺ മെക്കാനിസം നമ്മുടെ ബോഡിയിൽ ഈ ബയോമാഗ്നറ്റിക് മാട്രസത്തിൽ കൂടെ, മാഗ്നറ്റിക് പ്രോഡക്റ്റത്തിൽ കൂടെ തരുമ്പോൾ നമുക്ക് രോഗത്തിൽ നിന്നൊരു പ്രിവെൻഷൻ കിട്ടും. എന്നാൽ രോഗബാധിതമായ ബോഡിയിൽ നമുക്കൊരു എന്താ പറയുക, അതിൻ്റെ അകത്തുനിന്ന് ഗ്രാജുവൽ എസ്കേപ്പും ഗ്രാജുവൽ റിക്കവറിയും കിട്ടും, ഒരു വിടുതലും കിട്ടുന്നു. അപ്പൊ ഈ പ്രൊഡക്റ്റ് നമ്മൾ ശരിക്കും യൂസ് ചെയ്താൽ എന്തൊക്കെ കിട്ടും നമ്മുടെ ശരീരത്തിൽ, അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ 3 കാര്യമാണ് ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, രക്തചംക്രമം ശരിയാക്കും. അതിനകത്ത് എല്ലാം ഉണ്ട്. രക്തചംക്രമം ശരിയാക്കുന്ന അതിൻ്റെ അകത്ത് എല്ലാം അടങ്ങി. കറക്റ്റ് എനർജി ലെവല് കൂടുതൽ തരുന്നു. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് എലിമിനേഷൻ ആണ്. റേഡിയേഷനെ പ്രിവെന്റ് ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഭൂമിയുമായി ടച്ചില്ല. നമ്മുടെ ശരീരത്തിലെ മാഗ്നറ്റിക് എനർജി ലൂസായി, ഇമ്മ്യൂൺ മെക്കാനിസം താറുമാറായി, രോഗത്തിന് അടിമ ആയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. ഇന്ന് മെഡിക്കൽ ഇൻഡസ്ട്രി വളരുന്നു, രോഗികളുടെ ഇൻഡസ്ട്രി വളരുന്നു. ഒപ്പം അതിനെക്കാട്ടി കവച്ചു വെച്ച് പോകുന്നതാണ് എനിക്ക് തോന്നുന്നു. എന്നാൽ അതെന്തുകൊണ്ട് ഒരു 10 വർഷം കൊണ്ടാണ് ഈ രോഗികളുടെ ഇൻഡസ്ട്രി ഇത്രയധികം കൂടാനും മെഡിക്കൽ ഇൻഡസ്ട്രി കൂടാനും ഒരു കാര്യം റേഡിയേഷൻ. നമ്മുടെ ഇന്ന് എല്ലാം ഈ ലോകമേ റേഡിയേഷന്റെ അടിമയാണ്. റേഡിയേഷൻ കാരണം റേഡിയേഷൻ ഡോമിനന്റാ, ആധികാരികം അവൻ പിടിച്ചടിച്ചിരിക്കുക. നമ്മൾ റിസസീവാ, നമ്മൾ അതിന്റെ അടിമയാണ്. അപ്പം ഈ ലോകത്തെ നയിക്കുന്നത് വിത്തൗട്ട് ലോസ് ഓഫ് മാഗ്നറ്റിസം ആൻഡ് എക്സസ് ഓഫ് റേഡിയേഷൻ. എന്നുവെച്ചാൽ മാഗ്നറ്റിസത്തിന്റെ കുറവും റേഡിയേഷന്റെ കൂടുതലും കൊണ്ട് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും തകരാറ് പറ്റിക്കൊണ്ടിരിക്കുക. ഈ തകരാറ് കൂടി വന്ന് ലാസ്റ്റിൽ നമ്മുടെ ലൈഫ് സ്പാൻ, നമ്മുടെ ആയുസ് കുറയുകയും നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളെ നശിപ്പിച്ചിട്ട് രോഗത്തിന് അടിമയാക്കുകയും അങ്ങനെ നമ്മുടെ സാമ്പത്തികത്തിൽ ഭീമമായ നഷ്ടം വരികയും സമാധാനം നഷ്ടപ്പെടുകയും സമ്പത്ത് നഷ്ടപ്പെടുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ മാഗ്നറ്റിസത്തിന്റെ കുറവും റേഡിയേഷന്റെ കൂടുതലും കൊണ്ട്. ഇതിനെന്ത് പരിഹാരമായിട്ടാണ് നമ്മുടെ കയ്യിൽ ഈ ബയോട്ടോറിയം. ഈ ബയോട്ടോറിയം നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ നമുക്കിതെല്ലാം കറക്റ്റായിട്ട് വരുന്നു. പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ എന്താണ് ഈ ഫീൽഡിൽ പരാജയപ്പെടുന്നതെന്നുള്ള വളരെ ഒരു ശ്രദ്ധേയമായ കാര്യം. ഇതെല്ലാവർക്കും ആവശ്യമാണ്. എല്ലാ ഹ്യൂമൻ ബോഡീസും, എല്ലാ വീടുകളിലും, എല്ലാ മക്കൾക്കും, പ്രായമുള്ളവർക്കും, ചെറിയവർക്കും, ആരോഗ്യമുള്ളവർക്കും, ഇല്ലാത്തവർക്കും എല്ലാം ഇത് ആവശ്യമാണ്. എന്നാൽ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത സംഗതി. കാര്യം നല്ലൊരു പബ്ലിസിറ്റി ഇല്ല, അല്ലെങ്കിൽ നല്ലൊരു പ്രൊപ്പഗാൻഡ ഇല്ല. അപ്പൊ ഇത് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രഹിക്കത്തക്കുള്ള നോളജ് നമുക്കില്ല. തന്നെയുമല്ല, നമ്മൾ മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ അടിമയിലാണ് എല്ലാവരും. ഇന്ന് ഏത് വ്യക്തികളും ഒരു ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടറാണ് അവരുടെ ദൈവം. ആ ഡോക്ടർ പറയുന്നതേ കേൾക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡോക്ടർ അവരൊരിക്കലും, മെഡിക്കൽ ഡോക്ടേഴ്സ് ഒരിക്കലും ഇതിനെ, മെഡിക്കൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് മെഡിക്കൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർ പ്രൊമോട്ട് ചെയ്യത്തില്ല. അവരുടെ എത്തിക്സിനെതിരാണ്. അവര് ഡിഗ്രി കഴിഞ്ഞിട്ട് അവർ ഓത്ത് ചെയ്യും. ഞാൻ എൻ്റെ പ്രൊഫഷൻ അല്ലാതെ, അലോപ്പതി മെഡിസിൻ അല്ലാതെ ഞാൻ മരിക്കുന്നിടം വരെ ഞാൻ വേറെ ഒന്നിലും ഞാൻ പ്രവർത്തിക്കത്തില്ല എന്ന് ഞാൻ ഒരു ഓത്ത് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവിടെ അസോസിയേഷൻ തീർച്ചയായിട്ടും ഇതിന് അഗൻസ്റ്റ്. അപ്പൊ നമ്മൾക്കൊരു രോഗിയായിട്ടൊരു വ്യക്തിക്ക് നമ്മുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ നമ്മളിലുള്ള വിശ്വാസം കൊണ്ടോ ഈ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവർ നെക്സ്റ്റ് ഡേ ഒന്നീ ഫോണിൽ കൂടി വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടി പ്രൊഡക്റ്റ് ചോദിക്കും, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് കൊണ്ട് കാണിക്കും. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം പറയും നോ, ഇതൊന്നും വേണ്ട, ഇത് പാടില്ല, ഇത് മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞാൽ അവരുടെ ഒരുപാട് കാര്യങ്ങൾ പറയാം. ആ അബദ്ധത്തിൽ വാങ്ങിച്ച വ്യക്തിയും എടുത്ത് സേഫിന്റെ പേടിക്കും. ഒരു പോയിന്റ് മനസ്സിലായല്ലോ. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി നമ്മുടെ മക്കൾ ചിലപ്പോൾ നേഴ്സായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനി ഓഫീസേഴ്സ് വിളിച്ചു ചോദിക്കും, അമേരിക്കയോ ലണ്ടനോ അല്ലെങ്കിൽ ഡൽഹിയിലോ പോകുമ്പോൾ, മോനെ ഇന്ന പോലെ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അത് ഒരു രാജ ഡോക്ടർ കൊണ്ടു തന്നു, അപ്പൊ അത് ഉപയോഗിക്കുന്നു. അമ്മ അതൊന്നും ഉപയോഗിക്കണം, അതെല്ലാം ഉടായിപ്പ.
ABCD അറിയാൻ പറ്റാത്ത ഈ അപ്പനും അമ്മയോട് വലിയ ഡോക്ടർ പറഞ്ഞെങ്കിലും കാണും. സ്വന്തം മക്കളോട് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല. അവരോടാണ് സ്വന്തം പേരൻസ് ചോദിക്കുന്നത്. അവർ പറയും, അമ്മ ചുമ്മാരി ഒന്നും ചെയ്യരുത്, അത് മടക്കി വെച്ചേക്ക്, ഞാൻ വന്നിട്ട് ചെയ്തോളാം. അതും പോയി. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാം? ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻ. ഒരു വിധത്തിൽ ഒരു പേഷ്യന്റ് വലിയ കുഴപ്പമില്ലാതെ ഓരോ ദിവസം പോകുന്നു. എന്താ, മരുന്നും ഗുളികയും അല്ലെ ടെസ്റ്റും ലാബുമായിട്ടൊക്കെ പോകുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊണ്ട് ചെല്ലുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് പുലിയ, അവരത് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. അവരെ അതിൽ കിടന്നാൽ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ, വേറെ ഓൾട്ടർനേറ്റീവ്സ് ഒന്നുമില്ല. പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യും? നമ്മുടെ സിസ്റ്റം ചേഞ്ച് ആവും. സിസ്റ്റം, നമ്മുടെ എല്ലാ ഹോൾ ബോഡി ചേഞ്ചസ് സംഭവിക്കും. ഈ ചേഞ്ചസ് സംഭവിക്കണം, വേദന വരണം. വേദനകൾ വന്നെങ്കിൽ ടിഷ്യൂസ് ഒക്കെ പ്രവർത്തനമാകണം. ചത്തുകിടക്കുന്നതും 50% നശിച്ചതും 30% നശിച്ച ആ കോശങ്ങൾക്ക് ഒരു ജീവൻ കൊടുക്കുമ്പോൾ ജീവൻ തുടിക്കും. ജീവൻ തുടിക്കുമ്പോൾ ആ പെയിൻ എന്താ? ബ്രെയിന് ഇമ്പൾസ് ആയിട്ട് പോകും, വേദന വരും. വേദന വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയും, വേദനയില്ലെങ്കിൽ പറയും, ഓ ഈ ബെഡ് വന്നു, നാശക്കോടാരിയായി. അപ്പോഴായി മറ്റേ ആണെങ്കിൽ ഞാൻ ഒരുമാതിരി ഉറങ്ങുന്നതാ, എനിക്ക് വേദനയില്ലായിരുന്നു, ഇത് വന്നിട്ട് വേദന കൂടി. അപ്പോൾ അത് താത്തു വെച്ചു. അപ്പൊ നമ്മളെ കാണുമ്പോൾ എന്ത് ചെയ്യും? ആണ് നടക്കുന്നു, അവൻ നമ്മളെ കൊണ്ട് ചതിച്ചു. അങ്ങനെ പല ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇത് പ്രൊപ്പഗേഷൻ. ഇത് നമ്മൾ മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു കോമൺ പീപ്പിൾസിന് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മാറും, സ്റ്റേജ് മാറും. ഇപ്പോൾ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത വലിയ അത്ഭുതകരമായ ഒരു എനർജി. മാഗ്നറ്റിക് എനർജിയെ പറ്റി വലിയവർക്കൊന്നും വലിയ ഐഡിയ ഇല്ല. എന്നാൽ പണ്ട് കാലത്ത്, ആധുനിക കാലത്ത് ഏക ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ മാഗ്നറ്റിക് തെറാപ്പിയാണ്. നമുക്കറിയാം, ഞാനൊരു ജേർണൽ വായിച്ചപ്പോൾ സ്റ്റെഫി ഗ്രാഫ് എന്ന് പറഞ്ഞ വിംബിൾഡൺ ചാമ്പ്യൻ, 12 തവണ വിംബിൾഡൺ ചാമ്പ്യനായ ഒരു വ്യക്തിയാണ് സ്റ്റെഫി ഗ്രാഫ്. സ്റ്റെഫി ഗ്രാഫിന്റെ ഒരു ജേർണലിൽ ഞാൻ വായിച്ചത്, മാഗ്നറ്റിസം ഈസ് മൈ ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിസം അവിടെ ദൈവമാണെന്നാണ്, അല്ലേ? ഇപ്പൊ നമ്മൾ പ്രാവർത്തികമായില്ലേ? നമ്മളെല്ലാരും പറയുന്നു മാഗ്നറ്റിസം, ഈ ബയോട്രിയം ദൈവത്തിന്റെ കയ്യൊപ്പ് വീണ ഒരു പ്രൊഡക്റ്റ് ആണ്. അതിന് മുമ്പ്, എത്ര വർഷം മുമ്പേ സ്റ്റെഫി ഗ്രാഫ് പറഞ്ഞു മാഗ്നറ്റിസം ഈസ് മൈ ഗോഡ്. തീർച്ചയായിട്ടും ആ വേർഡ് വളരെ അർത്ഥവത്താണ്. ദൈവത്തിന്റെ ഒരു സൃഷ്ടിയുടെ എനർജിയാണ്, ബെനിഫിറ്റ് ആണെന്നൊരു ഹ്യൂമൻ ബോഡി അനുഭവിക്കും. നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്യുന്ന ആരാ? ബ്ലഡാ, അല്ലേ? ബ്ലഡാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. മനോജ് സാർ ക്ലാസ് എടുക്കുമ്പോൾ പറയും, ഒരു മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് എത്ര ചെയ്യുന്നുണ്ട്, ഒരു മണിക്കൂറിൽ എത്ര ചെയ്യുന്നുണ്ട്, ഒരു ദിവസം എത്ര ചെയ്യുന്നുണ്ട്, ഒരു മാസം എത്ര ചെയ്യുന്നുണ്ട്, ഒരു വർഷം എത്ര ബീറ്റ് ചെയ്യുന്നുണ്ട്. ശരിയാ, അത്ര പവർഫുൾ അല്ലേ? ഈ പവർഫുൾ നിന്റെ ഓയിൽ ഒഴിച്ചാൽ അത് ഓടുവോ? ഇല്ലേ? മനോജ് സാറേ, ഓയിൽ ഒഴിച്ചാൽ, പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വലിയ മിസ്റ്ററിയായ ഹാർട്ട് ഓടുവോ? അതിനെന്താ വേണ്ടി? രക്തം വേണം. അപ്പോൾ രക്തത്തിൻ്റെ അകത്ത് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ സംഗതികളെയും ട്രാൻസ്പോർട്ട് ചെയ്ത് പോവുക, അല്ലേ? ഈ രക്തത്തിന് നല്ല ഓട്ടം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒരു എനർജി വേണം, ഇല്ലേ? ഒരു എനർജി ഇല്ലാതെ രക്തം എങ്ങനെ ഓടുന്നത്? ഒരു കാറ് നല്ല സ്പീഡിൽ പോകണം, എന്ത് വേണം? അതിന് ഓയിൽ അടിക്കണം, ഡീസലോ പെട്രോൾ വേണം, അല്ലേ? ലൈറ്റ് നല്ലപോലെ പ്രകാശിപ്പിക്കുക, വോൾട്ടേജ് കൂടി കറണ്ട് ഉണ്ടാകാം. നമുക്കിന്ന് വോൾട്ടേജ് ഇല്ല, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ സെൽസും വീക്കാണ്, മങ്ങി അകറ്റുന്നത്. ഈ മങ്ങി കത്തിക്കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? ഇല്ല. അപ്പോൾ അതിനൊരു എനർജി വേണം, അത് മാഗ്നറ്റിക് എനർജി. ഈ മാഗ്നറ്റിക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ രക്തം ശരിക്കും ഓടുകയുള്ളൂ, നല്ല സ്പീഡിൽ ഓടുകയുള്ളൂ. രക്തം സ്പീഡിൽ ഓടിയെങ്കിൽ മാത്രമേ എല്ലാ കോശങ്ങളും ഓക്സിജൻ ഇച്ചിരി പ്രാണവായു ഇച്ചിരി ശ്വസിച്ചു, പിന്നെ അവന് വേണ്ട, എനിക്ക് വേണം, എനിക്ക് ഓക്സിജൻ ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടാ. അപ്പൊ കറക്റ്റ് ടൈമിന് വീണ്ടും ആ ഡിപ്പിന് വീണ്ടും ഓക്സിജനേറ്റഡ് ബ്ലഡ് RBCs കൊണ്ട് കൊടുത്തെങ്കിലേ വീണ്ടും ഇവൻ തുടിക്കത്തുള്ളൂ. അപ്പൊ എല്ലാ സെൽസിനും ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് സെൽസ് നമ്മുടെ ബോഡിയിൽ വേണം. കുറച്ച് സെൽസ് നമ്മുടെ ഫുള്ളി 100% പോയി, കുറച്ച് 50% പോയി കിടക്കുക, കുറച്ച് 30%, 20% ഇങ്ങനെ സെൽസ് പല രീതിയിൽ വീക്ക്നെസ് സംഭവിച്ചിരിക്കും. ആ വീക്ക്നെസ് സംഭവിച്ചിരിക്കുമ്പോൾ ആ സെല്ലിന് ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. നീ ഇന്ന് ഗർഭിണി ഒരു സ്ത്രീക്ക് ഗർഭം ഉണ്ടാകാനുള്ള അല്ലെ ഗർഭത്തിനെ താങ്ങിക്കുന്ന പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ, അല്ലെ അവിടെ സെക്ഷൽ വികാരം ഉത്തേജിപ്പിക്കാനുള്ള ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ചില സെൽസിന് ആ ഡ്യൂട്ടി കൊടുത്തിരിക്കുക. അവർക്ക് എന്തായാലും ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, അത് വീക്കായി വരും. അപ്പൊ നമ്മൾക്ക് തൈറോയ്ഡ്, നമ്മുടെ എല്ലാ രീതിയിലുള്ള ശരീരത്തിലെ സിസ്റ്റം പ്രവർത്തിക്കണമെങ്കിലും അതിന് ഓയിൽ വേണം, അത് വേണ്ടിയ എനർജിയാണ്. ആ എനർജി എന്ന് പറഞ്ഞാൽ ഒൺലി മാഗ്നറ്റിക് എനർജി. മാഗ്നറ്റിക് എനർജി is the only resources for the proper function of our tissues, cells and body. അപ്പം ആ എനർജി കിട്ടണമെങ്കിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടണം? നേച്ചർ എമൗണ്ടിന് ഇന്ന് കിട്ടുന്നില്ല.
അപ്പോൾ ഈ ബയോട്ടറി ഒരു പരിധി വരെ നമ്മളെ രക്ഷിക്കും. 100% ഒരു അസുഖബാധിതനായ ഒരു വ്യക്തിയെ ഈ ബയോട്ടറി കടന്ന് 100% അത് ബെനിഫിറ്റ് ആയി കിട്ടുമെന്ന് എന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ അവന് ജീവിച്ച് പോകത്തക്കവണ്ണുള്ള എനർജി റിസോഴ്സസ് നമ്മുടെ ഈ ബയോട്ടറിന് അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. എന്റെ എല്ലാ ലൈറ്റും ഓഫ് ആയതാ. ഇനി ലൈറ്റ് കത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതുമല്ല. അതിപ്പോ ശരിക്കും കത്തി തുടങ്ങിയുകൊണ്ട് വലിയ സന്തോഷമുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ഇങ്ങനെയുള്ള നല്ല ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നൗ ഐ ആം 70 years old. 70 വയസ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ വർക്ക് ലോഡ് എടുത്ത് ഈ മിഷൻ, ഹ്യൂമൻ ബോഡി ആകുന്ന മിഷൻ പ്രവർത്തിക്കുന്ന ഇപ്പോഴാണ്. അത് മറ്റൊന്നുമല്ല, ഈ ബയോട്ടറി കൊണ്ട്, ബയോട്ടറിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. എന്നാൽ ഈ പ്രൊഡക്റ്റ് ഏറ്റവും നല്ലപോലെ യൂസ് ചെയ്യുന്നത് ഞാനും എൻ്റെ ഭാര്യയാണ്, എനിക്ക് തോന്നുന്നു. രണ്ടാമത് എൻ്റെ മക്കള്, ഇത് ടെസ്റ്റിമണിയായി. ടെസ്റ്റിമണി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ തിയറി. കാരണം എൻ്റെ അസുഖങ്ങൾ മാറ്റി, എൻ്റെ ഭാര്യയുടെ ഡിസ്ക് പ്രൊലാപ്സും പെയിനും നടുവേദനയും ഒരുപാട് അലൈഡ് പ്രോബ്ലംസ് ഉണ്ട്, അത് മാറി എല്ലാം മാറി എന്ന് പറയുന്നില്ല, 70%. എൻ്റെ മക്കളുടെ അമേരിക്കയിൽ നിന്ന് അവർക്ക് വലിയ ഹെൽത്ത് ഒരുപാടുണ്ടായിരുന്നു. മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു, ഡൈജഷൻ കറക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അവരെ വെച്ചു. അവർ നല്ല വിടുതൽ കിട്ടും. എൻ്റെ കൊച്ചുമക്കള് അമേരിക്കയിൽ നിന്ന് വന്ന് എൻ്റെ കൂടെ ഒന്ന് 1 വർഷം നിന്ന് പഠിച്ചപ്പോൾ അവർക്ക് ബുദ്ധി ശരിക്കും അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അമേരിക്കയിൽ അവർ ഫസ്റ്റ് നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ CBSE സിലബസ് ഒക്കെ ഹാർഡായിരുന്നു, അവർക്ക് ദഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. മെമ്മറി പവർ ശരിക്കും ഒന്ന് മാർക്ക് കുറവായിരുന്നു. 20, 25, 18 വന്നു. ഞാൻ ഈ ബയോട്ടറി വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് അതിൻ്റെ ആക്ഷൻ അറിയാവുന്നുണ്ട്. അവരെ കടന്നു, വെള്ളം കുടിച്ചു. അവർ പോകുമ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ അവർ ഫുൾ മാർക്കായിരുന്നു. അപ്പൊ എൻ്റെ വീട്ടില് ഒരു ബയോട്ടോറിയം ഫാമിലിയാണ്. ഞാന്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ മരുമക്കള്, എൻ്റെ കൊച്ചുമക്കള്, എൻ്റെ ബന്ധുക്കാർ എല്ലാവരും ഈ ബയോട്ടറി യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ട്? എന്നെ കണ്ടുകൊണ്ട് മാത്രം. മനോജ് ചിലപ്പോൾ പറയും അന്തിഭൂതാശ ചെയ്ത് എന്നെ അയച്ചവര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കാതിരിക്കുക. ശരിയാ. ഇവിടെ ഞാൻ പ്രൊമോട്ട് ചെയ്തൊന്നും ആളുകൾ എന്നെ കണ്ടോണ്ട്. എന്നെ അന്തിഭൂതാശ ചെയ്ത് അമേരിക്കയിൽ നിന്ന് വിട്ട് ഇപ്പൊ ഒരു സെക്കൻഡ് ലൈഫായിരിക്കും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഇതിനകത്ത് വലിയ താല്പര്യമുണ്ട്. മരിക്കുന്നിടം വരെയും ഇതിന്റെ സാധ്യതകളെയും ഇതിന്റെ ആക്ഷനും ഒരു ബോഡിയിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയ നോളജ് ഞാൻ ഷെയർ ചെയ്യും. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോട്ടോറിയം നമ്മുടെ ശരീരത്തിലെ എല്ലാ കേടുപാടുകളെ നീക്കുന്നു, രക്തത്തിന്റെ കട്ടി വിസ്കോസിറ്റി കുറയ്ക്കുന്നു, രക്തധമനികളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതായ എല്ലാ കൊളസ്ട്രോളും ട്രൈഗ്ലിസൈഡും മെറ്റാബോളിക് വേസ്റ്റ് പ്രോഡക്റ്റിനെ നിമോറം ചെയ്യും, രക്തചംക്രമം ശരിയാക്കി RBC എല്ലാ സെൽസിനും റിക്കേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ റിക്കേർഡ് ടൈമിൽ റിക്കേർഡ് പ്ലേസിലെത്തും. എന്നാൽ നമ്മൾ ഒരു കാര്യം ഇച്ചിരി കൂടെ ഡീപ്പായിട്ട്, നമ്മുടെ RBC നമ്മുടെ ബ്ലഡിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പിന്നെ ലിംഫോസൈറ്റ്, ലൂക്കോസൈറ്റ്, ന്യൂട്രോഫിൽസ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ RBC എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുക്കൾ എന്ന് പറയും RBC. ഈ RBCക്ക് ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് RBCs നമ്മുടെ ബോഡിയിലുണ്ട്. അതൊരു സെക്ഷൻ ജനിച്ചു കഴിഞ്ഞാൽ ബോൺമാരെന്ന നമ്മുടെ മജ്ജയിൽ നിന്ന് RBC ജനിക്കുന്നു. അത് 120 ദിവസം കഴിയുമ്പോൾ അവർ ചത്തുപോകും. അവരുടെ വർക്ക് ലോഡ് കൊണ്ട് അവർക്ക് അത്ര ആയുസ് ദൈവം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ലോട്ട് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഉണ്ടാകുന്ന ലോട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിലായാൽ RBC നല്ല സ്ട്രെങ്തൻഡ് റിച്ച് ഓക്സിജനേറ്റഡ് RBCs ആയിരിക്കും. അതിന് ഈ ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകാനുള്ള നല്ല കപ്പാസിറ്റി ഉണ്ടാവും, നല്ല സ്പീഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ചാർജ് ഉണ്ടാവും. അങ്ങനെ ഒരു 3 തവണ 120 ഗുണം 3 ഒരു വർഷം ആകുമ്പോൾ നമ്മുടെ ബോഡി എബവ് 70% നല്ല രീതിയിൽ തയ്യാറാകും. ഒരുപാട് പേരുടെ ഇത് കറക്റ്റ് യൂസേജ് ഇല്ലാത്തതുകൊണ്ടും ഈ ബേസിക് സയൻസ് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിനോട് ഒരു സ്നേഹം പൂർണ്ണമായിട്ട് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ രക്തത്തിന്റെ RBCs എന്നും മാത്രം സ്ട്രെങ്ത് ആയിട്ട് വരുന്നു, അതിനനുസരിച്ച് രോഗം നമ്മളിൽ നിന്ന് വിട്ടുപോകും, പ്രതിരോധ ശേഷി ഡോമിനന്റ് ആവും, കയറി വരും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണം. നമുക്ക് മാത്രമല്ല, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വരട്ടെ. പ്രൊമോട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ കൊടുക്കുക. ഇപ്പൊ ഒരുപാട് പേര് ഈ ഒരു പ്രോഡക്റ്റ് ഭാര്യയ്ക്കോ അവളവിടെ കിടക്കുക, അവൾ അനുഭവിക്കട്ടെ, അല്ല ഇത് വേണ്ട ഞാൻ ഉപയോഗിക്കും. ആദ്യമേ നമ്മൾ യൂസ് ചെയ്ത് നമ്മളും നമ്മുടെ ഭാര്യയും ഡബിൾ വാങ്ങിച്ച് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം, നമ്മുടെ മരുങ്ങൾക്ക് കൊടുക്കണം. ആദ്യമേ നമ്മുടെ അപ്പനും അമ്മയ്ക്ക് കൊടുക്കുക. അവരാണ് നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങൾ. ഞാനത് മറന്നുപോയി. തീർച്ചയായിട്ടും അവിടെ നിന്നാണ് നമുക്ക് ബ്ലെസ്സിങ് വരുന്നത്.
രോഗമുണ്ട്, വേദന കൊണ്ട്, മുട്ടുവേദന കൊണ്ട്, കൈകാലുകൊണ്ട്, രക്തത്തിന്റെ ചക്രമം ശരിയാകാതെ കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിൽ കട്ടിലെ മാത്രം കിടക്കുന്ന, വടിയിടിച്ച് നടക്കുന്ന പേരൻസിന് അധികം കൊടുക്കുക. അവിടുന്ന് തന്നെ ബ്ലെസ്സിങ് നമ്മുടെ ശരീരത്തോട്ട് വരും. ആ ബ്ലെസ്സിങ്, അതിന്റെ ശക്തി. അപ്പോൾ അവര് ശക്തിയായിട്ട് ജീവിക്കുമ്പോൾ ദൈവം തന്നെ പ്രസാദിക്കും. നമ്മളെ ഉപയോഗിക്കുക, നമ്മുടെ മക്കൾ ഉപയോഗിക്കുക, നമ്മുടെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ് ഉപയോഗിക്കുക, മരുമക്കൾ ഉപയോഗിക്കട്ടെ. അങ്ങനെ നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്താല് നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തി. നമ്മളെ ചില പ്രസംഗങ്ങളുടെ, അച്ഛന്മാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ അച്ഛന്മാർ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ചു, 60, 70, 80 വയസ്സ് വരെ ജീവിച്ചു, ഒരെണ്ണം ഡ്രോപ്പ് ചെയ്തിട്ടിട്ട് പോന്നേ, ഒരു നന്മ ഇട്ടിട്ട് പോവും. അപ്പം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവന് വലിയ മാർക്ക് കിട്ടും. അപ്പൊ മനോജ് സാർ ഇപ്പൊ എനിക്ക് 100% ഉറപ്പാ, മനോജ് സാർ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നാളെ സ്വർഗത്തിൽ തന്നെ ഇരിക്കും. അതിന് ഉറപ്പാ. എന്നാൽ പുള്ളിയിൽ കൂടെ എത്ര പേരാണ് ഇത് ആരോഗ്യവും സമ്പത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി എത്ര പേർക്ക് കിട്ടാനിരിക്കുന്നു, എത്ര പേര് എൻജോയ് ചെയ്യുന്നു. ആ വലിയ നന്മ സാർ ഓരോ ദിവസവും എടുക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനോജ് സാറിനെ ദൈവമായിട്ട് അയച്ചതാ. എനിക്കൊന്ന് വേറെ ആരുടെ കയ്യിൽ ഇത് കൊടുത്തായിരുന്നു എന്റെ കയ്യിൽ ഇത് വരത്തില്ല. അപ്പൊ പുള്ളി എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലീഡർ, ഒരു ബോസിന്, ഒരു വെൽനസ് കൺസൾട്ടന്റ് നമ്മുടെ ഈ ബയോടെക്കിൽ നമുക്ക് കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും നമ്മൾ ചൂഷണം ചെയ്യണം. ചൂഷണം ചെയ്ത് കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുക. കൈയെത്തിട്ട് എപ്പോ വിളിച്ചാൽ ആ വെളിത്തുമ്പത്ത് എത്തുന്ന ഒരു നല്ലൊരു ലീഡറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ബയോടെക്കിൽ കൂടെ നമുക്ക് ഹെൽത്തും വെൽത്തും കിട്ടി. നമ്മുടെ ഈ മനുഷ്യന് നമുക്കൊരു നന്മ ഇട്ടിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇന്ന് ഓർമ്മിക്കുക. ഒരുത്തന് ഒരു 10 രൂപയോ 5 രൂപയോ അല്ലെങ്കിൽ 1000, 10,000 കൊടുത്തു കഴിഞ്ഞാലൊന്നും ആ നന്മ ഇട്ടിട്ട് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു കുടുംബത്തെ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കുക, സമ്പത്തിൽ കൂടെയും ആരോഗ്യത്തിൽ കൂടെയും. അത് നമ്മൾ പ്രചരിപ്പിച്ച് എല്ലാവരുടെയും കയ്യിലെത്തി ഈ നാട്, നമ്മുടെ വീട്, നമ്മുടെ നാട്, നമ്മുടെ ദേശം, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഈ ലോകം മൊത്തം നമ്മളാൽ കഴിയുന്ന ഒരു നന്മയുടെ വലിയൊരു ഒരു സന്ദേശം എത്തിക്കാനായിട്ട് എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ടോക്കിൽ നിന്ന് വിരമിക്കുന്നു.